നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ പംകിനും ഇവയെല്ലാം വെച്ചിട്ടുള്ള ഒരു മാഷ്ഡ് വെജിറ്റബിൾ കറി, ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ സ്മാഷ്ഡ് ചെയ്ത അല്ലെങ്കിൽ നല്ലപോലെ നമ്മൾ ഉടച്ച ഒരു കറിയോ എന്നൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം. ഇത് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവയെ ഞാൻ കഴുകി വൃത്തിയാക്കി ആവശ്യമുള്ളത് ഞാൻ കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് കാണിക്കാം. സാധാരണ നമ്മൾ ഈ പംകിൻ്റെ ഈ ഭാഗം, ഇതിനെ നമ്മൾ പംകിൻ്റെ കുടലെന്ന് പറയും, ഇത് സാധാരണ പറയും. അപ്പോൾ ഇത് വെച്ചൊരു ചട്നി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അതല്ല, ഇത് വേറൊരു ടൈപ്പിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഒരു 7 വറ്റൽമുളകും മല്ലിയിലയുമാണ്. പംകിൻ ഇങ്ങനെ വളരെ നൈസായിട്ട് കട്ട് ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ളവയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, 12-13 അല്ലി വെളുത്തുള്ളി, വറ്റൽമുളക് 7 എണ്ണം, കത്തിരിക്ക കട്ട് ചെയ്തത് ഒരു 5 പീസ്. ഒത്തിരി തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തതാണ്. ഈ ഒരു തിക്നെസ് ഉണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണ്. പിന്നെ പംകിൻ ഇതുപോലെ ഈ ഒരു അളവിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ ആയാലും. ചൂടായി നമുക്ക് പംകിന് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പംകിനെല്ലാം ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ഗാർലിക്കും വെളുത്തുള്ളിയും ഒന്ന് ഇങ്ങനെ പൊഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാനതെല്ലാം മറിച്ച് ഇടുന്നുണ്ട്. പംകിനൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. ഈ ഒരു തരം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു വരുന്ന സമയത്ത് ഇവയൊക്കെ എടുത്തു കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ മുളക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതിൻ്റെ കൂടെ മുട്ടയും കൂടെ നമുക്ക് പൊരിക്കാം. ഇനി ഈ കത്തിരിക്കയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് ഉപ്പും ഒന്ന് ചെറുതായി അത് പുരട്ടിയെടുക്കാം. ഈ ഒരു തരത്തിൽ അത് പുരട്ടിയെടുക്കാം. കത്തിരിക്കയും പൊരിക്കാൻ വെച്ചു. കത്തിരിക്കയും ടൊമാറ്റോയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കരിഞ്ഞ് വരണം, ആ തരത്തിലാവണം. ഒന്നിങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് നമുക്കിത് എടുത്തു കൊടുക്കാം. ഇതും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കാം. ഇതിലേക്ക് ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാളയും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാറായി. 1 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തു കൊടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഈ മുളകിനെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ പൊടിക്കണം, അല്ലാതെ ഇനി ഇത് വേറെ കുക്ക് ചെയ്യൊന്നും വേണ്ട. നല്ലതുപോലെ പൊടിച്ചെടുക്കാണ് ആദ്യം പൊടിച്ച് ഇതുപോലെ എടുക്കേണ്ടത്. കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഒരു ബംഗാളി ഡിഷാണ്, പംകിൻ ഭർത്ത എന്നാണ് പറയുന്നത്. ഭർത്ത എന്ന് പറഞ്ഞാൽ സ്മാഷ് ചെയ്തെടുക്കുന്ന വെജിറ്റബിൾസ് എന്നാണ് അർത്ഥം വരുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഈ പംകിൻ്റെ മധുരവും ടൊമാറ്റോയുടെ പുളിപ്പും ഒക്കെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. എരിവും പുളിവും മധുരവും ഒക്കെ ആയിട്ടുള്ള ഇതാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ സാധിക്കും. നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ചേർക്കാം. പിന്നെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇത് ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് 1 പിടി അല്ലെങ്കിൽ 1 കപ്പ് മല്ലിയിലയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മാഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പംകിൻ ഭർത്ത അല്ലെങ്കിൽ മാഷ്ഡ് വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.